ഹലോ, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസമായി. ഇന്ന് വീട്ടിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി, വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയായത്. ഇനിയിപ്പം സ്വീറ്റർന്നുണ്ട് വെച്ച് പുതുശ്ശേരി വരെ പോയിരിക്കുകയായിരുന്നു. അപ്പം പോയ സമയത്ത് ഒന്ന് റെഡിയായിട്ട് വീഡിയോ എടുത്തതാണ്. ഞാൻ ബോറടിച്ചപ്പോൾ വീട്ടിന് വെളിയിലേക്കായിട്ടൊന്ന് വന്നതായിരുന്നു കേട്ടോ. ഒരു പുതിയൊരു സ്ഥലം പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്ത് ചെയ്യാം. എൻ്റെ ഫോണിലാണെന്ന് വെച്ചാൽ നെറ്റില്ല. അപ്പോൾ പിന്നെ ബോറടിച്ചിട്ട് വെളിയിൽ വെറുതെ വന്നിരിക്കുകയാണ്. അച്ഛനാണെന്നുണ്ടെന്ന് വെച്ചാൽ പഞ്ചായത്ത് പണിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ അമ്മ ഉണ്ട്, അമ്മ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയും വർക്കിന് പോയി. ഞാനിതേ വീട്ടിൻ്റെ ബാക്കിൽ വന്നപ്പോൾ കണ്ടതാണ് മയിൽ മേയാൻ വേണ്ടിയിട്ട്. ഞാൻ വന്ന ദിവസം തൊട്ട് കാണുകയാണ്, ദിവസവും മയിൽ ഇങ്ങോട്ട് വരാറുണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച വീട്ടിൽ കുറച്ച് പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊത്തി തിന്നുന്ന അമ്മ പറഞ്ഞത്. ഇതേ പിന്നെ വന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് മയിൽ മേയുന്നു. അത് കുരുവികൾക്ക് ഇട്ട് കൊടുത്ത് ചോറാണ്, അത് വന്നിട്ടാണ് കഴിക്കണത്. പിന്നെ കുറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബുക്സുകളെടുത്ത് വായിച്ചു. സമയം ഒരു 12 മണി ആയപ്പോഴേക്കും അമ്മയ്ക്ക് ചായ വേണം പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അച്ഛനെ വേണം പറഞ്ഞിട്ട്, കൊള്ളും ഉമ്മിത്തണ്ടും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ചായ വെച്ച് അമ്മയ്ക്ക് കൊടുത്തു. പിന്നൊരു ഗ്ലാസ് ചായ സ്വീറ്റിനെയും കൊണ്ട് കൊടുത്തു. ശരി, തൽക്കാലം കുടിക്കുന്ന ചായ. അവനാണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യണേ, ഏതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട്. കൃത്യം 1 മണി ആയപ്പോഴേക്കും ഞാൻ കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഞാനിതാ സ്വീറ്റിന് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച കൊള്ളുപ്പേരിയാണത്, പിന്നെ അമ്മ വെച്ച സാമ്പാർ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സിനിമ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഉറക്കം വന്ന് ഞാൻ കിടന്നുറങ്ങി. സ്വീറ്റ് മാത്രം അത് ഫുള്ളായി കണ്ടു തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും എണിച്ചു. ഇത് നേരെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള കുട്ടികളാണ് കേട്ടോ. അവർ എന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ടൊന്ന് മേല് കഴുകണം, മേല് കഴുകി വിളക്ക് വെക്കണം, പിന്നെ വൈകുന്നേരത്തുള്ള ഫുഡൊന്ന് ഉണ്ടാക്കണം. ഞങ്ങൾക്ക് കിട്ടിയ മാരേജ് ഗിഫ്റ്റ് ഇനി അത് പ്രോപ്പർ പ്ലേസിൽ വെച്ചിട്ടില്ല. ആറ് മണിയായത് മേല് കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ പോയി വിളക്ക് വെക്കാം. വിളക്ക് വെക്കാൻ പോണതിന് മുന്നേ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ കൂടെ ചെറിയൊരു വീഡിയോ എടുത്തു. യൂട്യൂബിൽ വൈകുന്നേരം ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് ചട്നി അരയ്ക്കണം. പിന്നെ ഞാൻ കുറച്ച് സോയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെന്നുണ്ട് വെച്ചാൽ അടുക്കളയിലായിരുന്നു അമ്മ. ഇവനാണെന്നുണ്ട് വെച്ചാൽ റിസപ്ഷൻ ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കിടന്നിട്ട്. കുറേ നേരമാകുമ്പോൾ അങ്ങനെ സമയം 9 മണി ആയപ്പോഴേക്കും അച്ഛനും അമ്മയും കഴിച്ചിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ ചമ്മന്തി ആയിരുന്നു ഇത്.
പിന്നെ അവൻ ദോശ കഴിച്ചു. ഞാനാണ് എൻ്റെ ദോശ കഴിക്കുന്നത്. രാവിലേക്ക് ദോശ കഴിക്കാൻ ഞാനും ചോറ് സോയി ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.